പ്രൈസ് ദി ലോർഡ്. ഒരു മനോഹരമായ പ്രഭാതം കൂടെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ദാനമായി തന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പ്രഭാതത്തിൽ തിരുവചനത്തെ ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കളെയും ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ വന്ദനം ചെയ്യുന്നു. ചില മനുഷ്യർക്ക് ഗുണദോഷം ഇഷ്ടമല്ല. എന്തു പറഞ്ഞാലും അവർക്ക് കോപമാണ്, തെറ്റിദ്ധാരണയാണ്. അത് സമൂഹത്തിലാണെങ്കിലും ആരാധനയിലാണെങ്കിലും അല്ലെങ്കിൽ ഭവനത്തിലാണെങ്കിലും ജോലി ചെയ്യുന്ന സ്ഥലത്താണെങ്കിലും ഒക്കെ അവർക്ക് ഗുണമല്ലാത്തതായ അല്ലെങ്കിൽ അവർക്ക് അനുകൂലമല്ലാത്തതായ അവരിഷ്ടപ്പെടാത്ത കാര്യങ്ങൾ അവരോട് സംസാരിച്ചാൽ പെട്ടെന്ന് കോപികളായിത്തീരുന്നു, അവിടെ അക്രമം ഉണ്ടാകുന്നു. അത് മനുഷ്യൻ്റെ ഒരു സ്വഭാവമാണ്. എന്നാൽ ദൈവ മനുഷ്യർ അല്ലെങ്കിൽ ദൈവിക സ്വഭാവമുള്ള മനുഷ്യർ അവർ ശ്രദ്ധയോടെ കേൾക്കും. അവർ ദൈവത്തിൽ നിന്നുള്ള ചില ആലോചനകളെ അവർ ഏറ്റെടുക്കും. എല്ലാവർക്കും ആ കൃപ ലഭിക്കണമെന്നില്ല. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ പ്രഭാതത്തിൽ തിരുവചന ധ്യാനത്തിനായി യെരമ്യാ പ്രവചനം 42-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം വായിക്കാം. ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ടനുസരിച്ചിട്ട് ഞങ്ങൾക്ക് ഗുണം വരേണ്ടതിന്, നമ്മുടെ ദൈവമായ യഹോവയുടെ വാക്ക് ഗുണമായാലും ദോഷമായാലും ഞങ്ങൾ കേട്ട് അനുസരിക്കും എന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം ഈ മനോഹരമായ പ്രഭാതയാമത്തിൽ ഉയർത്തപ്പെടുമാറാകട്ടെ. ഇസ്രായേൽ ദേശത്ത് യെരമ്യാവ് ഈ വചനങ്ങൾ എഴുതി കുറിക്കുമ്പോൾ അക്രമം നടമാടുന്നതായ ഒരു സമയമാണ്. അക്രമം എന്ന് പറഞ്ഞാൽ തമ്മിൽ അടി, സ്വന്തം സഹോദരങ്ങൾ തമ്മിൽ വഴക്ക്, യുദ്ധം, കൊലപാതകം. ഒരു രാജാവിന് 5 മക്കളുണ്ടെങ്കിൽ ആ രാജാവിൻ്റെ കാലശേഷം 5 മക്കൾക്കും രാജാവാകുവാനുള്ള ആഗ്രഹം, ആർക്കും താഴുവാൻ ആഗ്രഹമില്ല. 5 പേരുടെയും കൂടെ കുറേ ചട്ടമ്പികളും കുറേ പടയാളികളും കുറേയൊക്കെ നല്ല ഉപദേശക്കാരും ദ്വേഷകരമായിട്ടുള്ളതായ ആലോചന കൊടുക്കുന്നവരും ഒക്കെ എല്ലാവരുടെയും കൂടെ കാണും. സ്വന്തം സഹോദരങ്ങളെയും അല്ലെങ്കിൽ കസിൻ ബ്രദേഴ്സിനെയും അവരുടെ കുടുംബങ്ങളെയും ഒക്കെ, പ്രഭു കുടുംബത്തിലൊക്കെ പെട്ടവരെ, അവർക്ക് സംശയം തോന്നുന്ന ചിലരെ മേധാവികളായേക്കാം എന്ന് തോന്നുന്നവരെയൊക്കെ ചിലപ്പോൾ അവർ ഭക്ഷണത്തിന് വിളിക്കും, സ്നേഹം നടിച്ച്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരുവൻ എഴുന്നേറ്റ് ഒരുവൻ്റെ തല വെട്ടിക്കളയും. അതായിരുന്നു അക്കാലത്ത് ഇസ്രായേലിൽ നടമാടിയത്. തമ്മിൽ ബഹുമാനം കൊടുക്കാത്തതായ ദിവസങ്ങൾ. ആരെയും വിശ്വസിക്കാനൊക്കത്തില്ല. ഗുണം ദോഷവും എവിടുന്നൊക്കെ വരുന്നു എന്ന് ആർക്കും ഗ്രഹിക്കാൻ കഴിയാത്തതായ ഒരു കാലയളവ്. കുറേ പടത്തലവന്മാർ, യഹോവ ഭക്തിയുള്ളവർ, ദൈവവചനം കേട്ട് അനുസരിക്കുന്നവർ, ദൈവത്തെ സ്നേഹിക്കുന്നവർ, ദൈവത്തെ മാനിക്കുന്ന ചില പട്ടാളക്കാർ യെരമ്യാ പ്രവാചകൻ്റെ അടുത്ത് വന്ന് അദ്ദേഹത്തോട് പറയുന്ന ആ ഒരു സമർപ്പണ ബോധത്തോടു കൂടിയുള്ള ഒരു വാക്യമാണ് നാം ഇപ്പോൾ വായിച്ചത്. ഞങ്ങൾക്ക് ഗുണം വരേണ്ടതിന് ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ ആലോചന ഞങ്ങളോട്, അത് ഗുണമായാലും ദോഷമായാലും ഞങ്ങൾക്ക് ഗുണം വരേണ്ടതിന് ഞങ്ങളത് കൈക്കൊള്ളും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ആലോചന, യെരമ്യാ പ്രവാചകനിൽ കൂടെ ദൈവം അരുളി ചെയ്യുന്നതായ ആലോചന പലപ്പോഴും അത് ദോഷകരമായ ആലോചനയെന്ന് നമുക്ക് തോന്നുമായിരിക്കാം. നമ്മുടെ കുറവുകളെ എടുത്തു കാണിക്കുന്നതായ ചില ആലോചനകളായിരിക്കാം. എന്നാൽ അതിൻ്റെ അങ്ങേപ്പുറത്ത് ഒരു ഗുണമുണ്ട്, ഒരു അനുഗ്രഹമുണ്ട്, ഒരു ഉയർച്ചയുണ്ട്, ഒരു സൗഖ്യമുണ്ട്, ഒരു വിടുതലുണ്ട്, ഒരു ജയമുണ്ട് എന്നൊക്കെ മനസ്സിലാക്കുന്നവർ വളരെ ചുരുക്കമാണ്. ഈ പടത്തലവന്മാർ യെരമ്യാ പ്രവാചകൻ്റെ അടുത്ത് വന്ന് പറയുന്നതായ ഒരു കാര്യം, ഞങ്ങളിൽ ബഹുജനമായിരുന്ന ഞങ്ങൾ ഒക്കെയും യജമാനൻ അറിയുന്നത് പോലെ ഇപ്പോൾ അല്പജനമായി ശേഷിച്ചിരിക്കുന്നു. ജനങ്ങൾ തമ്മിലടിച്ച് കൊല ചെയ്യപ്പെട്ടു, കുറഞ്ഞുപോയി. തമ്മിലടിയാണ് പ്രധാന കാരണം. ഒരുവനെ ഒരുവൻ ഇഷ്ടപ്പെടാത്ത കാലത്ത് ശത്രുക്കളെക്കാൾ കൂടുതൽ മിത്രങ്ങൾ തമ്മിലടിച്ചു. ശത്രു രാജ്യങ്ങളെക്കാൾ കൂടുതൽ സ്വന്തം രാജ്യത്തുള്ളവർ തമ്മിൽ പോരടിച്ചു. അങ്ങനെ കുടുംബമായി, കൊട്ടാരമായി, വ്യക്തിയായി മരണത്തിന് കീഴടങ്ങേണ്ടി വന്നു. ഓർക്കാപ്പുറത്ത്
സ്നേഹത്തോടെ വീഞ്ഞു കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ, കുശലാന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ എന്തൊക്കെയോ പറയുവാൻ വേണ്ടി ഇണങ്ങി വിളിച്ചുകൊണ്ടുപോയി അവിടെ വെച്ച് കുത്തിക്കൊല്ലുന്ന അവസ്ഥ. അങ്ങനെ വളരെ സങ്കടകരമായ ഒരു കാലഘട്ടത്തിൽ ദൈവഭക്തിയുള്ള പുരുഷന്മാർ യെരമ്യാ പ്രവാചകനോട് പറയുകയാണ്, ഞങ്ങൾക്ക് ഗുണം വരേണ്ടതിന് ഞങ്ങളോടുള്ള ദൈവത്തിൻ്റെ ആലോചന, അത് താൽക്കാലികമായ ഗുണമായാലും ദോഷമായാലും ഞങ്ങളതിനെ കൈക്കൊള്ളും. പ്രൈസ് ദി ലോർഡ്. എന്തിനു വേണ്ടിയാണ് കൈക്കൊള്ളുന്നത്? ദോഷം പറഞ്ഞാൽ കൈക്കൊള്ളുന്നത് എന്തിനു വേണ്ടിയാണെന്നറിയാമോ? അതിൻ്റെ അന്ത്യത്തിൽ ഒരു നന്മയുണ്ട്. നീതിമാൻ ഒരു നന്മ വരും നിശ്ചയം. ഇയ്യോബ് തൻ്റെ ഭാര്യയോട് പറയുന്നത്, അനേകം നന്മകൾ നമ്മൾ ദൈവത്തിൽ നിന്ന് അനുഭവിക്കുന്നില്ലേ? നീ കണ്ടില്ലേ? ഞാൻ കഴിഞ്ഞ കാലങ്ങളിലൊക്കെയും നമ്മൾ അനുഭവിച്ചതായ സമൃദ്ധിയും അനുഗ്രഹവും സൗഖ്യവും വിടുതലും, ദേശത്ത് ദൈവം നമ്മെ മാന്യരാക്കി വെച്ചതിൻ്റെ എല്ലാം പിന്നിൽ ഒരനുഗ്രഹം ദൈവത്തിൽ നിന്നുണ്ടായിരുന്നല്ലോ, നന്മകൾ ഉണ്ടായിരുന്നല്ലോ. ഇതാ ഇപ്പോൾ നമുക്ക് ദോഷകരമായി പലതും സംഭവിക്കുന്ന. സാരമില്ല, ഈ ദോഷം എല്ലാ കാലത്തും നിൽക്കുകയില്ല. ഒരു ദിവസം ഈ ദോഷത്തിനൊരന്ത്യമുണ്ട്, ഒരവസാനമുണ്ട്. ദൈവം നമ്മെ കൂടെ ഉദ്ദേശിക്കുന്നതായ നന്മകൾ തിരിച്ചു വരും എന്ന് തൻ്റെ ഭാര്യയോട് വിശദമായി സംസാരിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവത്തിൻ്റെ ആലോചന എപ്പോഴും നമുക്ക് ദോഷകരമായി ഇരിക്കുകയില്ല, എന്നാൽ എപ്പോഴും നമ്മെ പ്രസാദിപ്പിക്കുന്നതുമായിരിക്കില്ല. നമുക്ക് തോന്നും നമുക്ക് വിരോധമായിട്ടാണ് ദൈവം പറയുന്നത്. ഒരുവൻ ദൈവത്തിൻ്റെ ആലോചന പറയുമ്പോൾ നമ്മുടെ ചിന്ത, അവൻ നമുക്ക് വിരോധമായിട്ട് സംസാരിക്കുന്നു. അത് നമ്മുടെ സ്വാർത്ഥപരമായ ഭീരുത്വമായ സ്വഭാവമാണ്. ആ കേൾവിയിലാണ് നമുക്കത് തോന്നുന്നത്. എന്നാൽ ദൈവത്തിൽ നിന്നൊരു നന്മയാണ്, ഉയർച്ചയാണ്, ഗുണമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നതെങ്കിൽ, എന്നോടുള്ള ദൈവത്തിൻ്റെ ആലോചന ഗുണമായാലും ദോഷമായാലും ഞാനത് അംഗീകരിക്കും എന്നുള്ള ഒരു പ്രതിഷ്ഠ ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വിഷയമാണ്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ദോഷങ്ങളിൽ കൂടെ ദൈവം നടത്തും. ദോഷങ്ങളെ കാണുമാറാക്കും, അനർത്ഥങ്ങളെ കാണുമാറാക്കും, തോൽവികളെ കാണുമാറാക്കും. പക്ഷെങ്കിൽ അതൊരു അന്ത്യമല്ല, അതിനങ്ങേപ്പുറത്തൊരു ജയമുണ്ട്. ഒരു ജയത്തിൻ്റെ ഘോഷം അതിൻ്റെ പിന്നിലുണ്ട്. അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും എന്ന് പറഞ്ഞാൽ, ഒരു സഹനത്തിനൊരു കാലയളവുണ്ട് അവസാനത്തോളം. ആ കാലയളവ് കഴിഞ്ഞാൽ പിന്നെ രക്ഷയാണ് അതിൻ്റെ ശേഷം നമുക്കായി വച്ചിരിക്കുന്നതെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ നന്നായി പഠിപ്പിക്കുന്നു. നമ്മുടെ അനുഭവത്തിലും അങ്ങനെയാണ്. ദൈവത്തിൻ്റെ ആലോചന നാം കേൾക്കുമ്പോൾ ദൈവം നമ്മെ നടത്തുന്ന വഴികൾ ചിലപ്പോൾ സങ്കടകരമാണെങ്കിലും ദുഃഖകരമാണെങ്കിലും ശരി, നമുക്ക് ഗുണം വരേണ്ടതിന് അതിനെ കേട്ടനുസരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അതെല്ലാവരെ കൊണ്ടും സാധിക്കുകയില്ല. ചില ഭക്തന്മാരെ കൊണ്ട്, വൃദ്ധന്മാരെ കൊണ്ട് ദൈവത്തിൻ്റെ നാളുകളെ, അല്ലെങ്കിൽ ദൈവം നടത്തുന്ന, ദൈവം പ്രവർത്തിക്കുന്ന ദിവസങ്ങളെ, അല്ലെങ്കിൽ നിമിഷങ്ങളെ, നാളുകളെ നന്നായി തിരിച്ചറിഞ്ഞവർ, ദൈവത്തിൻ്റെ വഴികളെ തിരിച്ചറിഞ്ഞവർ, ദൈവത്തിൻ്റെ ഇഷ്ടം ഏതെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവരുടെ മനസ്സിനെ പുതുക്കി രൂപാന്തരപ്പെടുവാൻ ദൈവത്തിൽ താല്പര്യമുള്ള ജനം, അവർ ദൈവത്തിൻ്റെ നന്മയെ കാണും. യെരമ്യാ പ്രവാചകനോട് പറയുന്നതായ ആ വാചകം നമുക്കൊന്നുകൂടെ വായിക്കാം. ഞങ്ങൾ നിന്നെ പറഞ്ഞയക്കുന്നതായ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ടനുസരിച്ച് ഞങ്ങൾക്ക് ഗുണം വരേണ്ടതിന്, പ്രൈസ് ദി ലോർഡ്, ഞങ്ങൾക്ക് ഗുണം വരേണ്ടതിന്. വീണ്ടും ദൈവത്തിൻ്റെ ആലോചന നമ്മെ പ്രബോധിപ്പിക്കുന്നു. ഞങ്ങൾക്ക് ഗുണം വരേണ്ടതിന്, നമുക്ക് ഗുണം വരേണ്ടതിന്. യഹോവയുടെ ആലോചന ഗുണമായാലും ദോഷമായാലും അത് ഞങ്ങൾ കേട്ടനുസരിക്കും. ഈ പ്രഭാതത്തിൽ ദൈവാത്മാവിൽ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് കടന്നു വരുവാൻ, അങ്ങനെ ഒരു ദർശനത്തിലേക്ക്, അങ്ങനെ ഒരു വീക്ഷണത്തിലേക്ക്, അങ്ങനെ ഒരു വെളിപ്പാടിലേക്ക് കടന്നു വരുവാൻ കഴിയുന്ന ഭക്തന്മാരാരോ അവർ നന്മയെ കാണും, ഉയർച്ചയെ കാണും. അവരുടെ താഴ്ച എന്നും നിലനിൽക്കുകയില്ല. വേദന എന്നും അവരുടെ മുമ്പിൽ നിലവിളിയായി അവശേഷിക്കുകയില്ല. രാത്രി മുഴുവനും കണ്ണുനീരും വേദനയുമാണെങ്കിലും ഒരു പുലരി, സന്തോഷത്തിൻ്റെ പുലരി നിന്നെ തേടിയെത്തും. ഗോഡ് ബ്ലെസ് യു.